നമസ്കാരം. റേഡിയോ മുക്കം പ്രധാന വാർത്തകൾ. കൊടിയത്തൂർ കോട്ടമൊഴി പാലത്തിൻ്റെ പണി അനന്തമായി നീളുന്നതിൽ പ്രതിഷേധം തുടരുന്നു. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം ഏറ്റുവാങ്ങി മുക്കം സലീം. കൊടിയത്തൂർ പഞ്ചായത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കം. മരണ അറിയിപ്പ്. വാർത്തകൾ വിശദമായി. കൊടിയത്തൂർ കോട്ടമൊഴി പാലത്തിൻ്റെ പണി അനന്തമായി നീളുന്നു. മുക്കം ചെറുവാടി റോഡിലെ കൊടിയത്തൂർ കോട്ടമൊഴി പാലത്തിൻ്റെ ജോലി തുടങ്ങി 1.5 വർഷം പിന്നിട്ടിട്ടും പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാത്തതിൽ അമർഷം പുകയുന്നു. പാലത്തിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞ അവസ്ഥയിലാണെങ്കിലും പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുഭാഗങ്ങളിൽ നിന്നുമുള്ള റോഡിൻ്റെ പൂർത്തീകരണമാണ് വൈകുന്നത്. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിലെ തോടിനു കുറുകെയുള്ള പാലമാണ് ഇനിയും ഗതാഗത യോഗ്യമാക്കാത്തത്. ഇരുവഞ്ഞിപ്പുഴയോരത്തുള്ള താഴ്ന്ന ഭാഗം മണ്ണിട്ട് കെട്ടിയുയർത്തുന്ന ജോലിയാണ് ഇനിയും പൂർത്തിയാവാനുള്ളത്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലത്തിലൂടെ ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും പലതവണ മണ്ണിടിച്ചിൽ മൂലം അതും തടസ്സപ്പെട്ടിരുന്നു. ഇതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന പ്രയാസം ചെറുതല്ല. എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തീകരിച്ച് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം ഏറ്റുവാങ്ങി മുക്കം സലീം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനിൽ നിന്ന് തൃശ്ശൂരിൽ നടന്ന ചടങ്ങിലാണ് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കലാമേഖലകളിൽ ദീർഘകാലം വ്യക്തിമുദ്ര ചാർത്തുന്ന പ്രതിഭകളെ ആദരിക്കുന്ന കേരള സംഗീത സാഹിത്യ നാടക അക്കാദമി ഫെലോഷിപ്പ്, അവാർഡ്, ഗുരുപൂജ എന്നീ പുരസ്കാരങ്ങളാണ് നൽകി വരുന്നത്. മുക്കത്തെ സാംസ്കാരിക കലാരംഗത്തെ നിറസാന്നിധ്യമാണ് മുക്കം സലീം. കൊടിയത്തൂർ പഞ്ചായത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി. 2-ാം വാർഡിലെ 80 വീടുകൾ 1-ാം വാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 17-18 വാർഡുകളിലെ 222 വോട്ടുകൾ 16-ാം വാർഡിലും ചേർത്തു. 14-ാം വാർഡിൽ ചേർത്ത 23 വീടുകൾ 3-ാം വാർഡിൽ വരേണ്ടതാണ് തുടങ്ങിയ ആക്ഷേപങ്ങളാണ് LDF ഉന്നയിക്കുന്നത്. പുതുക്കിയ 19 വാർഡുകളിൽ മിക്കതും തിരിമറി നടന്നിട്ടുണ്ടെന്നും ഇത് UDFനെ സഹായിക്കുന്നതിനായി ചെയ്തതാണെന്നുമാണ് പരാതി. അടിയന്തരമായി ഇവ തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നിയമപോരാട്ടം നടത്തേണ്ടി വരുമെന്നും LDF പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. അശാസ്ത്രീയ വാർഡ് വിഭജനമാണെന്നും ഇവർ ആരോപിക്കുന്നു. CTC അബ്ദുള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോണി ഇടശ്ശേരി, KP ചന്ദ്രൻ, VK അബൂബക്കർ, ഉണ്ണിക്കോയ MK, സലാം ഹുസൈൻ, PK അബ്ദുള്ള, TV മാത്യു, KS സുഭാഷ്, കരീം കൊടിയത്തൂർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിൻ്റെ ഭാഗമായുള്ള അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് 11-ാം സീസണ് തുടക്കമായി. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ച കയാക്കിങ്ങിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്ക് പുറമെ വിദേശ താരങ്ങളും പങ്കെടുക്കുന്നു. കുത്തിയൊഴുകുന്ന പുഴയിൽ അതിസാഹസികമായി തൊടയെറിയുന്ന കാഴ്ച കാണാൻ നിരവധി പേരാണ് ചാലിപ്പുഴയിലേക്ക് എത്തിയത്. ഞായറാഴ്ച സമാപന സമ്മേളനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കയാക്കിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒളിമ്പിക്സ് മത്സര ഇനമായ എക്സ്ട്രീം സ്ലാലോം മത്സരമാണ് ഇന്ന് നടന്ന പ്രധാന ഇനം. മരണം. മുക്കം കുറ്റിപ്പാലയിലെ ചെമ്പക്കോട്ട് വാസു നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ. കക്കാട് കോടിച്ചലത്ത് അസൈൻ നിര്യാതനായി. മയ്യത്ത് നമസ്കാരം വെള്ളിയാഴ്ച വൈകുന്നേരം കുന്നത്തുപറമ്പ് ജുമാ മസ്ജിദിൽ നടന്നു. കാരമൂല കീലത്ത് പുൽപ്പറമ്പിൽ പരേതനായ ചെറിയ മുഹമ്മദിൻ്റെ ഭാര്യ നബീസ ഹജ്ജുമ നിര്യാതയായി. മയ്യത്ത് നമസ്കാരം വെള്ളിയാഴ്ച വൈകുന്നേരം കാരമൂല ജുമാ മസ്ജിദിൽ നടന്നു. കാലാവസ്ഥ. മലയോര പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച താരതമ്യേന മഴ ലഭ്യത കുറവായിരുന്നു. അതേസമയം ആനക്കാമ്പോയിൽ പുല്ലൂരമ്പാറ ഭാഗങ്ങളിലെ ഉൾവനങ്ങളിൽ മഴ പെയ്യുന്ന സൂചന നൽകി ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുമുണ്ടായി. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കൂ.